നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തി മേഖലയിലെ ക്ഷേത്ര ഏകോപന സമിതിയുടെ യോഗം ചേർന്നു. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ കീഴിൽ പള്ളുരുത്തി മേഖലയിലെ ക്ഷേത്ര ഏകോപന സമിതിയുടെ യോഗം ജനുവരി 11 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പള്ളുരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്ര ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ക്ഷേത്ര ഏകോപന സമിതി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ഏർനാട് രവി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഏകോപന സമിതി കൊച്ചി താലൂക്ക് സംയോജകനും ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറിയുമായ PP മനോജ് സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ TP പത്മനാഭൻ വിഷയാവതരണം നടത്തി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടാണ് നമ്മുടെ അശ്രാന്ത പരിശ്രമം രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് ശാഖകൾ തുടങ്ങിയത്. കാരണം ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളാണ്. ഞാനും വളർന്നു വന്ന സ്ഥലം വേലൂർ പാട്ടുവരയ്ക്കലാണ്. അവിടെ ശാഖയുടെ ഒരു ഉദ്ദേശകാലത്താണ് ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ആ ശാഖയിൽ പോയി കുറെ കാലങ്ങൾക്ക് ശേഷം എന്നെ ഒഫീഷാക്കി. അങ്ങനെ ഞാൻ ആ ശാഖ എടുക്കുന്ന ഒരു കാലം. മേഖലയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെയും ആസൂത്രിതമായ ചില നിഗൂഢ ശക്തികൾ നടത്തുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടാമെന്ന് യോഗം ചർച്ച ചെയ്തു. നൂറ്റാണ്ടുകളായി പള്ളുരുത്തി ദേശത്ത് നടക്കുന്നതായ പുലവാണിഭം, ആന എഴുന്നള്ളത്ത്, കരിമരുന്ന് പ്രയോഗം തുടങ്ങിയ ആചാരങ്ങൾ നിർത്തലാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം നിഗൂഢ ശക്തികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. പള്ളുരുത്തി മേഖലയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സമാനതകൾ ഇല്ലാത്ത രീതിയിലുള്ള ഭൂമി കയ്യേറ്റമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്തുവില കൊടുത്തും ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കപ്പെടണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി. പള്ളുരുത്തിലെ പ്രമുഖമായ വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചു. മാരമ്പിള്ളി സഭയിൽ നിന്ന് PC ഉണ്ണികൃഷ്ണൻ, പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഷൈൻ ജോത്സ്യൻ, കോതക്കുളങ്ങര ശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് ദിലീപ്, വെങ്കടാചലപതി ദേവസ്വം ക്ഷേത്രത്തിൽ നിന്ന് CL കണ്ണൻ, ശ്രീ ധർമ്മ പരിപാലന യോഗ കൗൺസിലർ സുജിത്, കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് സുയൻസ് തുടങ്ങിയവർ തങ്ങളുടെ ക്ഷേത്രങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി ശിവദാസ്, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറിയും ക്ഷേത്ര ഏകോപന സമിതി സംയോജകനുമായ ML സുരേഷ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഹൈന്ദവ ആചാരങ്ങളും ക്ഷേത്രങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടുവാനും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തണമെന്ന് ML സുരേഷ് അഭിപ്രായപ്പെട്ടു. ആചാര സംരക്ഷണം, ഭൂമി സംരക്ഷണം എന്നിവയ്ക്കായുള്ള നിയമപരമായ തുടർ നടപടിയുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു. പള്ളുരുത്തി കുമ്പളിങ്ങി മേഖലയിലെ 25ഓളം ക്ഷേത്രങ്ങളിൽ നിന്നായി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദിയുടെയും ക്ഷേത്ര ഏകോപന സമിതിയുടെയും മുഖ്യ പ്രവർത്തകർ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. എല്ലാവരും വന്ന് കളിക്കും. പക്ഷെ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അതിന് നിയന്ത്രണം വേണ്ടിവരും. ആ ബോധം നമ്മളിലേക്ക് ഉണർന്നു വന്നു എന്നതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോകും എന്നൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ കേസ് കൊടുത്തു. അന്നത്തെ കുറച്ച് മുതിർന്ന ആൾക്കാരാണ് കേസ് കൊടുത്തത്. ഈ മുതിർന്ന ഞാൻ പറഞ്ഞ ആ നാട്ടിലുള്ള മുതിർന്ന ആൾക്കാർ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.